ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ വെനസ്ഡേ എത്തിയിരിക്കുന്നു നമ്മുടെ ബ്യൂട്ടി വ്ളോഗിൻ്റെ ദിവസം. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖം എപ്പോഴും വൃത്തിയാക്കി വെക്കണം. അതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണല്ലോ. അപ്പോൾ രാവിലെയും വൈകുന്നേരവും നമ്മൾ മുഖം കഴുകും. ഓക്കെ, ദാറ്റ് ഈസ് ക്ലെൻസിങ് പ്രോസസ്സ് ഉണ്ട്. എന്ത് കാര്യങ്ങൾ ചെയ്താലും നമ്മൾ അതിന് മുന്നേ മുഖം നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി കംപ്ലീറ്റ് പോസൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പോസൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് നല്ലതായിട്ട് ഫേസ് വാഷ് ചെയ്യണം. അപ്പോൾ രാവിലെ ഉറക്കം എണീറ്റാലും രാത്രി കിടക്കുന്നതിന് മുന്നേ ഇത് രണ്ടും ചെയ്യണം. പിന്നെ ചിലപ്പോൾ ഒക്കെ നമ്മൾ പുറത്തുനിന്നൊക്കെ പോയിട്ട് വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് വേർത്തൊക്കെ ഇരിക്കുകയാണെങ്കിൽ മുഖം കഴുകുന്ന രീതിയും ഉണ്ട്. ഇതിനെല്ലാം സാധാരണയായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഫേസ് വാഷുകളാണ്. പലതരം ഫേസ് വാഷ്. സോപ്പ് ഉപയോഗിക്കുന്നവർ കുറവാണ്, പക്ഷേ ഞാൻ സോപ്പ് ഉപയോഗിക്കാറുണ്ട്. ഒരു പർട്ടിക്കുലർ സോപ്പ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അതെൻ്റെ സ്കിന്നിന് വളരെ നല്ലതാണ്. പക്ഷേ ഇപ്പോൾ വേറൊരു കാര്യം കൂടി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ കുറേ കാലമായിട്ട് നമ്മൾ DIYs ഒക്കെ ചെയ്ത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ആയിട്ട് നല്ല പരിചയമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്ത് അപ്പോൾ നല്ലൊരു ഫേസ് വാഷിനെ പറ്റിയൊരു കാര്യം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഒരു ഫേസ് വാഷ് പൗഡർ. ഇത് നമ്മൾ എല്ലാ ദിവസവും ഫേസ് വാഷ് ചെയ്യുമ്പോൾ ഈ പൗഡർ ഉപയോഗിച്ചിട്ട് നമ്മൾ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് മുഖത്ത് തേച്ച് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് മുഖത്ത് ഇങ്ങനെ ഇട്ട് മസാജ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല 5 മിനിറ്റ്സെങ്കിലും ഇടാൻ പറ്റിയാൽ ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് അത് വാഷ് ചെയ്ത് കളയും. ഇത് രാവിലെ വൈകുന്നേരം എപ്പോഴാണെങ്കിലും നമ്മൾ ഇത് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ആയാൽ നമ്മുടെ മുഖം ഭയങ്കര ബ്രൈറ്റ് ആകും. പിന്നെ എന്താ പറയുക, കംപ്ലീറ്റ് ഡെഡ് സ്കിൻ സെൽസ് ഒന്നും ഉണ്ടാവില്ല, എക്സ്ഫോളിയേറ്റഡ് ആകും. ഇത് എല്ലാ ദിവസവും ചെയ്യുന്നതാണ്, പക്ഷേ ഒരുപാട് നേരമൊന്നും ചെയ്യേണ്ട. നമുക്ക് രാവിലെ വൈകുന്നേരം കുറച്ച് നേരം ഞാൻ 5 മിനിറ്റ്സ് എന്ന് പറഞ്ഞതെന്നുള്ളൂ തുടക്കത്തിൽ. പിന്നെ നമുക്ക് 1-2 മിനിറ്റ് പോലും വേണ്ട. ഇങ്ങനെ ചെയ്തിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കുക. അപ്പോൾ ആക്നെ, പിമ്പിൾസ് മുതലായ കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയാസ് ഒന്നും ഉണ്ടാവില്ല മുഖത്ത്. എല്ലാം നല്ല ക്ലീൻ ആയിട്ടിരിക്കും. നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ് ആയിരിക്കും. നല്ല അതിന് ചേരുന്ന കാര്യങ്ങൾ, അതിന് പറ്റിയ കാര്യങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് പൗഡർ എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കാര്യമാണ്. നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. ഇതിൽ ഞാൻ ചേർക്കാൻ പോണ 2-3 കാര്യങ്ങൾ. ഒന്ന്, ഓറഞ്ച് പീലിൻ്റെ പൗഡർ. അതിൽ വൈറ്റമിൻ സി ഉണ്ട്, അറിയാമല്ലോ. അപ്പോൾ അങ്ങനത്തെ സിട്രിക് ആസിഡ് ഉണ്ട്. ഇപ്പോൾ ഇതൊക്കെ വരുമ്പോൾ അതൊരു ബ്രൈറ്റനിങ് പ്രോപ്പർട്ടി ഉണ്ട്. അതുപോലെ നല്ലൊരു എക്സ്ഫോളിയൻ്റ് ആണ്. എങ്ങനെ നോക്കിയാലും അത് നല്ലതാണ്. ദാറ്റ് ഈസ് വൺ തിങ്. പിന്നെ ഒരു കാര്യം ഞാൻ ഉപയോഗിക്കുന്നത് ഫ്ലാക്സ് സീഡ് പൗഡർ. ഫ്ലാക്സ് സീഡിനെ പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതിൻ്റെ പൗഡർ. ഓക്കെ, അതാണെങ്കിലും നല്ലതായിട്ട് ഫേസ് മോയ്സ്ചറൈസ് ചെയ്യും. ഫ്ലാക്സ് സീഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ലിഗ്നൻസ് എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. omega-3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് വരുന്നതുകൊണ്ട് തന്നെ മുഖം നല്ല ക്ലെൻസ്ഡായി കിട്ടും, നല്ല ബ്രൈറ്റായിട്ടിരിക്കും, മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കും. ഇത്രയും കാര്യങ്ങളുണ്ട് കേട്ടോ, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഫ്ലാക്സ് സീഡിന് ഇത്രയും കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ അത് ചെയ്യുന്ന ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖം നല്ല ബ്രൈറ്റ് ആക്കും. ഓക്കെ, നല്ല ബ്രൈറ്റ് ആക്കി തരും. പിന്നെ അതുപോലെ തന്നെ സൈൻസ് ഓഫ് ഏജിങ്, റിങ്കിൾസ്, പിന്നെ എന്താ പറയുക, ഫൈൻ ലൈൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കുറച്ച് കൊണ്ടുവരും. പിന്നെ അതുപോലെ തന്നെ വേറെയും കുറച്ച് ബെനിഫിറ്റ്സ് അതുകൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ടാകും. അതായത് ആക്നെ പോലെയുള്ള കാര്യങ്ങൾ വരുന്ന അത് കോസ് ചെയ്യുന്ന ബാക്ടീരിയാസ്, അതിനെയെല്ലാം കോമ്പാക്ട് ചെയ്ത്, ദാറ്റ് ഈസ് അതിനെയൊക്കെ യുദ്ധം ചെയ്ത് മാറ്റുക എന്നൊക്കെ പറയില്ലേ, അതായത് അതിനെ തടസ്സപ്പെടുത്തും. ബാക്ടീരിയാസ് തങ്ങി നിൽക്കാത്ത രീതിയിൽ. ഈ ബാക്ടീരിയാസൊക്കെ സ്കിന്നിൽ തങ്ങി നിൽക്കുമ്പോഴാണ് അത് ആക്നെയായിട്ട് മാറുന്നത്. അത് ഇല്ലാണ്ടാക്കി തരും. അങ്ങനത്തെ കുറേ കാര്യം. പിന്നെ സ്കിൻ കണ്ടീഷൻസ്, എന്തെങ്കിലും മോശപ്പെട്ട സ്കിൻ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുമൊക്കെ ഒന്ന് സൂത്തൻ ചെയ്ത് തരും. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു ബ്രൈറ്റനിങ് പ്രോപ്പർട്ടിയാണ്. അറ്റ് ദ സെയിം ടൈം അത് നമ്മളെ മോയ്സ്ചറൈസ് ചെയ്ത് വയ്ക്കുകയും ചെയ്യും സ്കിന്നിനെ. പിന്നെ വരുന്നത് മുൾത്താനി മിട്ടിയാണ്. മുൾത്താനി മിട്ടി ഞാൻ ചേർക്കുന്നത് എന്താ വെച്ചാൽ ഫുള്ളേഴ്സ് എർത്ത് എന്നാണ് പറയുന്നത്. നാച്ചുറൽ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണല്ലോ. അത് മണ്ണാണ്, ഒരു തരം ക്ലേ ആണ്. മുൾത്താനി മിട്ടിയുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതേ പോയിൻറ്റ്സ് തന്നെയാണ്. എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, സ്കിൻ ബ്രൈറ്റൻ ചെയ്യും, പിന്നെ അതുപോലെ ഓയിൽ കൺട്രോൾ ചെയ്യും, എക്സസ് സെബം പ്രൊഡക്ഷനൊക്കെ അത് കൺട്രോൾ ചെയ്ത് തരും. അതുകൊണ്ട് തന്നെ എക്സസ് ഓയിൽ പ്രൊഡക്ഷനൊന്നും ഇല്ലെങ്കിൽ ആക്നെ മുതലായ കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ടും സഹായിക്കും. അപ്പോൾ ഇത് ശരിക്കും നല്ലതായിട്ട് നമ്മുടെ മുഖത്ത് ഉണ്ടാകുന്ന ഓയിൽ വലിച്ചെടുക്കുന്ന ഒരു കാര്യമാണ് ഫുള്ളേഴ്സ് എർത്ത് അഥവാ മുൾത്താനി മിട്ടി. അതുപോലെ തന്നെ വേറൊരു പോയിന്റ് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ കടലമാവാണ്. കടലമാവിനും ഇതുപോലുള്ള കുറേ കാര്യങ്ങളുണ്ട്. കടലമാവും ഭയങ്കരമായിട്ട് ക്ലെൻസ് ചെയ്യും, എക്സ്ഫോളിയേറ്റ് ചെയ്യും, അത് ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ പോകും. ആക്നെ ട്രീറ്റ്മെൻറ്റ് പോലെയാണ്. പിന്നെ മുഖം ബ്രൈറ്റൻ ചെയ്യും, ടാൻ റിമൂവ് ചെയ്യും, അങ്ങനെയൊക്കെ ഉണ്ട്. എങ്കിലും കുറച്ച് ഓയിൽ എക്സസ് ഉള്ളതൊക്കെ അത് പിടിച്ചെടുക്കും. അതായത് ഇത് 2 കാര്യങ്ങൾ, മുൾത്താനി മിട്ടി അഥവാ ഫുള്ളേഴ്സ് എർത്തും അതുപോലെ തന്നെ കടലമാവ്, ഇത് 2 കാര്യങ്ങളും നമ്മുടെ മുഖത്ത് തേക്കുന്നത് വളരെ നല്ലതാണ്. ഓയിലി സ്കിന്നുള്ളവർക്കൊക്കെ വളരെ നല്ലതാണ്. ഓയിലൊക്കെ എക്സസ് ഓയിലൊക്കെ കൊണ്ടുപോകും. പക്ഷേ ഡ്രൈ സ്കിന്നുകാർക്കും നോർമൽ സ്കിന്നുകാർക്കും അത് കുറച്ച് കൂടുതലായിട്ട് നമ്മുടെ കയ്യിലുള്ള സെബം നഷ്ടപ്പെടുന്ന പോലെയാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് ഇച്ചിരി പാലോ തൈരോ ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് സാധാരണ ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ കടലമാവാണെങ്കിലും അല്ല, അതായത് ഓയിലി സ്കിന്നുകാരല്ല, ഡ്രൈ സ്കിൻ ആൻഡ് നോർമൽ സ്കിൻ.
പക്ഷേ ഇപ്പം നമ്മുടെ ഈ ഫേസ് വാഷ് പൗഡറിൽ ഇതൊക്കെ ചേർക്കുമ്പോൾ ഞാനത് ഫ്ലാക്സ് സീഡ് പൗഡറിൻ്റെ കൂടെയാണ് ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്ലാക്സ് സീഡിൽ ധാരാളം ഓയിൽ കണ്ടൻറ്റ് ഉണ്ട്, omega-3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ അതിന് മോയ്സ്ചറൈസിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുകൊണ്ട് ഇത് ബാലൻസ് ആയിക്കോളും, കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളുടെ ഒരു കോമ്പിനേഷനിലാണ് ഞാൻ ഈ ഫേസ് വാഷ് പൗഡർ ഉണ്ടാക്കാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഒരു ബൗളെടുക്കുക, അതിനകത്തേക്ക് കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ഫ്ലാക്സ് സീഡ് പൗഡർ ചേർക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുക. ഇത് കൂടാണ്ട് അത് ഭയങ്കര ബ്രൈറ്റനിങ് പ്രോപ്പർട്ടീസൊക്കെ ഉള്ള കാര്യമാണല്ലോ. ഫ്ലാക്സ് സീഡ് പൗഡർ ഉപയോഗിക്കുകയാണെങ്കിലും ഫേസൊക്കെ ഭയങ്കര ഗ്ലോ ആകും നന്നായിട്ട്. അപ്പോൾ ഇതിനകത്തേക്കാണ് ഓരോന്നോരോന്നായിട്ട് ചേർക്കാം. ഓക്കെ, എല്ലാ കാര്യങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ മുൽത്താനി മിട്ടിയുടെ പൗഡറാണ്. ഓക്കെ, അത് ഞാൻ എടുക്കുന്നു. ഞാനൊരു ക്വാണ്ടിറ്റി കാണിക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ആവശ്യത്തിന് ചെയ്യാം. ഇതിപ്പോൾ 1 ടേബിൾ സ്പൂൺ മുൽത്താനി മിട്ടി പൗഡർ, അത് ഞാൻ 1 ടേബിൾ സ്പൂൺ എടുക്കുന്നു. പിന്നെ ഓറഞ്ച് പീൽ പൗഡർ എഗെയിൻ അതും 1 ടേബിൾ സ്പൂൺ എടുക്കുന്നു. പിന്നെ ചേർക്കുന്നത് കടലമാവ്, 1 ടേബിൾ സ്പൂൺ കടലമാവ് ചേർക്കും. പിന്നെ ഒരു കാര്യം, ഫ്ലാക്സ് സീഡ് പൗഡർ, അതും 1 ടേബിൾ സ്പൂൺ അരച്ചെടുക്കുന്നു. അപ്പോൾ ഈ ഒരു മിശ്രിതം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓയിലി സ്കിന്നുകാരെല്ലാം ഈ രീതിയിൽ ഒരേ പ്രൊപ്പോർഷനിൽ എടുക്കുക, എല്ലാം ഈക്വൽ ക്വാണ്ടിറ്റി. ഇനി ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ നോർമൽ സ്കിൻ ഓർ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഫ്ലാക്സ് സീഡ് പൗഡർ കുറച്ചുകൂടി ചേർക്കാം, അതായത് 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നു. ആ ഒരു അനുപാതത്തിൽ ചേർക്കുക. നോർമൽ സ്കിൻ ഓർ ഡ്രൈ സ്കിൻ, ഞാനിപ്പോൾ നോർമൽ സ്കിന്നിൻ്റെ ആളാണ്, അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഓയിലി സ്കിന്നുകാർ 1 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് പൗഡർ ചേർത്താണ്. കണ്ടല്ലോ ഈ രീതിയിൽ. ഇതിപ്പോൾ ആദ്യം ചെയ്തത്, അതായത് ഓയിലി സ്കിന്നുകാരാണെങ്കിൽ എല്ലാം ഈക്വൽ. 1 ടേബിൾ സ്പൂൺ കടലമാവ്, 1 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് പൗഡർ, 1 ടേബിൾ സ്പൂൺ ഓറഞ്ച് പീൽ പൗഡർ ആൻഡ് 1 ടേബിൾ സ്പൂൺ മുൾത്താനി മിട്ടി, ഈ പ്രൊപ്പോർഷനിൽ ചേർക്കുക. ഇനി ഡ്രൈ സ്കിന്നും നോർമൽ സ്കിന്നും ഉള്ള ആൾക്കാരാണെങ്കിൽ ഇതെല്ലാം ഒരുപോലെ തന്നെ ചേർത്തിട്ട് ഫ്ലാക്സ് സീഡ് മാത്രം 2 ടേബിൾ സ്പൂൺ ചേർക്കുക. അപ്പോൾ കറക്റ്റായിരിക്കും. ഇത് ഇത്രയും കൂടി ഒരു മിക്സ്. ഇപ്പോൾ ഞാൻ ഒരുപാടൊന്നും എടുത്തിട്ടില്ല, ഈ ഒരു കോമ്പിനേഷനിലാണ് കാണിക്കുന്നത്. ഇത് ഒരു കണ്ടെയ്നറിലിട്ട് വയ്ക്കുക. ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു കണ്ടെയ്നർ ആണെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി ആണെങ്കിലും ഇതിനകത്തിട്ട് സൂക്ഷിച്ച് വെച്ചാൽ മതി, അത് കേടാകാണ്ടിരിക്കും. ഓക്കെ, ഇതിങ്ങനെ കട്ട് ചെയ്ത് വയ്ക്കാം. കണ്ടല്ലോ, ഇതുപോലെ കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ച് വെച്ചാൽ ഇതിപ്പോൾ ഒരു ചെറിയൊരു ക്വാണ്ടിറ്റിയേ ഉള്ളൂ. ഇതിൽ നിന്നും ആവശ്യാനുസരണം എടുത്തിട്ട് ഇപ്പോൾ ഒരു സ്പൂണൊക്കെ എടുത്താൽ മതിയാകും. 1 സ്പൂൺ എടുക്കുക, 1 സ്പൂൺ തന്നെ വേണ്ട, ഒരു 1/2 ടേബിൾ സ്പൂൺ എടുക്കുക. ഇച്ചിരി വെള്ളത്തിൽ മിക്സ് ചെയ്യുക, മുഖത്തേക്ക് വാഷ് ചെയ്ത് കളയാം. തേച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ നല്ലതായിട്ട് മസാജ് ചെയ്തിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് മുഖം വൃത്തിയായി കിട്ടും. കംപ്ലീറ്റ് പോസും ഒക്കെ നല്ല ക്ലീനാകും. ഡെഡ് സ്കിൻ സെൽസ് എന്തെങ്കിലും ഉണ്ട് അതൊക്കെ എക്സ്ഫോളിയേറ്റ് ചെയ്ത് പോകും. പിന്നെ നല്ല ക്ലെൻസിങ്, ഡീപ്പ് ക്ലെൻസിങ് നടക്കും. പിന്നെ എക്സസ് സെബമൊക്കെ പോകും. അതേസമയം ഈ നമ്മൾ ഫ്ലാക്സ് സീഡ് ചേർത്തിരിക്കുന്നതുകൊണ്ട് ആവശ്യത്തിനുള്ള മോയ്സ്ചറൈസിങ്ങും നടക്കും. ഭയങ്കരമായിട്ട് ഡ്രൈ ഔട്ടായി പോവില്ല. ഇത്രയും ചെയ്താൽ മതി. രാവിലെയും വൈകുന്നേരം എപ്പോഴൊക്കെ നമ്മൾ മുഖം കഴുകുന്നു ആ സമയത്തൊക്കെ ചെയ്യുക. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് മാത്രം മതി. സോപ്പും വേണ്ട, നമ്മുടെ ഫേസ് വാഷ് ഒന്നും വേണ്ട. പിന്നെ ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റോസ് പൗഡർ, അതായത് റോസ് പെറ്റൽസ് ഉണക്കി പൊടിച്ചതും കൂടി വേണമെങ്കിൽ ചേർക്കാം, പ്രശ്നമില്ല. കുറച്ച് ലിക്വറൈസ് പൗഡറും വേണമെങ്കിൽ ചേർക്കാം. ലിക്വറൈസ് എൻ്റെ ഫേവററ്റ് ആയിട്ട് ആയതുകൊണ്ട് പറയുന്നു, ഇരട്ടി മധുരം. പക്ഷേ ഇതൊന്നും വേണ്ട, ഇത് മാത്രം മതി. ഓക്കെ, ദിസ് ഈസ് എ സിമ്പിൾ, നമ്മുടെ എന്താ പറയുക, സിമ്പിൾ ഫേസ് വാഷ് പൗഡർ DIY വീട്ടിലുണ്ടാക്കി വെക്കാമെന്നാണ്. ഇത് വാഷ് ബേസിൻ്റെ സൈഡിലുണ്ട് വെച്ചിരിക്കുക, ഒരു കണ്ടെയ്നറിലാക്കിയിട്ട്. ഇപ്പോൾ കൂടുതലുണ്ടാക്കിയാലും കുഴപ്പമില്ല. കൂടുതലുണ്ടാക്കിയാൽ ഒരു കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കുക. ഒരാഴ്ചത്തേക്കുള്ളത് മാത്രം ഒരു ചെറിയ കണ്ടെയ്നറിലാക്കിയിട്ട് നമ്മുടെ വാഷ് ബേസിൻ്റെ അടുത്ത് വയ്ക്കുക. നമ്മൾ എവിടെയാണോ ഫേസ് വാഷ് ചെയ്യുന്നത് ആ ഭാഗത്ത് പെട്ടെന്ന് തന്നെ ശകലം എടുക്കുക, കയ്യിൽ വെച്ചിട്ട് തന്നെ കുറച്ചെടുക്കുക, ഇച്ചിരി വെള്ളം തേക്കുക, മുഖത്തെല്ലാം തേച്ച് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകുക. അപ്പോൾ മുഖം എല്ലാ ദിവസവും ഇങ്ങനെ 2 നേരമെങ്കിലും മിനിമം ചെയ്തുകൊണ്ടിരുന്നാൽ ഫേസിലുണ്ടാകുന്ന മാറ്റം നമുക്ക് അതിശയമായിട്ട് തോന്നും. നല്ല ബ്രൈറ്റ് ആകും, മുഖക്കുരുവൊന്നും വരില്ല, ആക്നെയൊന്നും വരില്ല, പിമ്പിൾസ് വരില്ല, ക്ലീൻ ആയിട്ടിരിക്കും. ഫേസ് നല്ല ബ്രൈറ്റ് തിളക്കത്തോടു കൂടിയിരിക്കും. കുറച്ചുകൂടിയൊക്കെ എന്താ പറയുക, ടാനൊക്കെ മാറി കുറച്ചുകൂടി കളർ എൻഹാൻസ് ചെയ്ത് കിട്ടും, ബെറ്റർ ആയിരിക്കും. കുറച്ചുകൂടെ എല്ലാവരും ചോദിക്കും എന്തോ ഒരു മാറ്റം കാണുന്നുണ്ടല്ലോ എന്ന് പറയും. അത്രയ്ക്കൊരു ചേഞ്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ചെയ്ത് നോക്കുക. ഓക്കെ, ഇഷ്ടപ്പെടുന്നു തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഒരാഴ്ചയെങ്കിലും ചെയ്തിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കണ്ട. ഓക്കെ, ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇതൊക്കെ നമുക്ക് അവൈലബിൾ കാര്യങ്ങളാണ്.
വലിയ വിലയൊന്നുമില്ല. അങ്ങനെ നമുക്ക് സ്വന്തമായിട്ടൊരു ഫേസ് വാഷ് പൗഡർ ഉണ്ടാക്കി വെച്ചാൽ എന്താ തെറ്റ്? ഒരു കുഴപ്പമില്ല. ഇതുണ്ടാക്കി ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികളാണെങ്കിലും ഹോസ്റ്റലിൽ കൊണ്ടുപോകാം, ദൂരോട്ടുള്ള മക്കളൊക്കെ ദൂരെയാണെങ്കിലും അവർക്ക് കൊടുത്തയക്കാം, എല്ലാ പ്രായക്കാർക്കും ഉപയോഗിക്കാം. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. ഈ ഫേസ് വാഷ് പൗഡർ വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫീഡ്ബാക്ക് തരാൻ മറക്കണ്ട കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ഇംഗ്ലീഷ് മിന്നർ വ്ളോഗ്സ്. ലവ് യു ആൾ.